ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. കോണ്ടാക്ട് ഉണ്ടായിക്കോട്ടെ, കോണ്ടാക്ട് ഇല്ലാതിരുന്നോട്ടെ, എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ്? ഓക്കെ, രാത്രികാല ചിന്തകൾ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം ഒന്ന് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. യൂണിവേഴ്സ് എന്ന കാർഡാണ് താഴെ വീണിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഒരു എനർജി എന്തായിരിക്കും, അവരുടെ രാത്രികാല ചിന്തകൾ. സാക്രിഫൈസ് വന്നിട്ടുണ്ട്, യൂണിവേഴ്സ് വന്നിട്ടുണ്ട്, സക്സസ് വന്നിട്ടുണ്ട്, എനർജിയാണ്, മൂവിങ് ഓൺ വന്നിട്ടുണ്ട്, ഷാഡോ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ടെംപ്റ്റേഷൻ ആണ്. ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ ഒന്ന് സാക്രിഫൈസും ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും പിന്നെ ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതായത് ഇവര് മേ ബി നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ലായിരിക്കാം, അതായിരിക്കാം മൂവിങ് ഓൺ വന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതിന്റെ സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാകാം, ഒരു ബ്രേക്കപ്പ് പോലെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകുമായിരിക്കും. ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇവർക്ക് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവർ മെയിൻ ആയിട്ടും ഒന്ന് ഡൗൺ എനർജിയാണ്. അതായത് ഇവർക്ക് ഭയങ്കരമായിട്ടും സങ്കടം വരിക, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരിക. അറ്റ് ദ സെയിം ടൈം ഇവർ ഒരു നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോവാണ്. അത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ മേ ബി അവരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ വാക്കുകളായിരിക്കും. നിങ്ങൾ അവരെ കുറിച്ചിട്ട് ചിലപ്പോൾ ഉള്ളത് പറഞ്ഞതായിരിക്കാം, ഇല്ലാത്തത് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തോ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് അവര് മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അത് അവർക്കൊരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ അവരുടെ ഉള്ളിൽ ഹീലാവാതെ ഇപ്പോഴും കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇവർക്ക് നിങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ സങ്കടം വരുമ്പോഴും അവരിങ്ങനെ ഇമോഷണലി കണക്ട് ആയിരിക്കുന്ന സമയത്തും സെയിം ടൈമിൽ അവർ നെഗറ്റീവ് വൈബ്രേഷനിൽ നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോവാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർ വേദനിക്കുകയാണ്. അതുപോലെ ആ നെഗറ്റീവ് തോട്ട്സും അവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇവിടെ ടെംപ്റ്റേഷൻ വരുമ്പോഴും ഡബിൾ കാർഡിന്റെ എനർജിയാണ്. അവര് മെയിൻലി ഒരു ഷാഡോ സെൽഫ് കൊണ്ടു നടക്കുന്നതും അതേപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ക്യാരി ചെയ്യുന്നതാണ് കേട്ടോ. അതേ സെയിം എനർജി സക്സസ് ഇവിടെ വന്നിട്ടുണ്ട്. സക്സസ് കാണുന്ന സമയത്ത് നിങ്ങളടുത്ത് ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും ആലോചിച്ചുകൊണ്ട് കൂടുതൽ മെമ്മറീസുകൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. കൂടെ തന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് വരിക, ഒരു ഫിസിക്കലി ഉള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ വരിക. മേ ബി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവാം നിങ്ങളുടേത്. ക്ലാരിറ്റി നോക്കാം നമുക്ക്. ടാരോ കാർഡ്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തികളുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. വ്യക്തിയുടെ 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് മെമ്മറീസ് അവർക്ക് കടന്നു വരുന്നുണ്ട്, ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിലെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുമ്പം അവർക്ക് ഭയങ്കരമായിട്ടും അതൊരു തലവേദനയായി പോകുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അവർ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, മെന്റലി അവർ ബ്ലോക്കായി പോകുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഒരുപാട് ചിന്തിക്കുന്നു, ഈ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുന്നു. പാസ്റ്റിലെ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം, അത് വന്ന വഴികൾ, അതിലുണ്ടായിരുന്ന ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം തന്നെ അവർ
അവർക്ക് ഇങ്ങനെ എഗെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഓഫ് സോട്ട്സ്, ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തോട്ട്സിൽ നിന്നെല്ലാം ഈ വ്യക്തി ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ രാത്രി ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരു ടൈം ആകുമ്പം അവർക്കിങ്ങനെ തോട്ട്സ് വരികയാണ്, മെമ്മറീസുകൾ കടന്നു വരികയാണ്. സൺ കാർഡാണ്. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഭയങ്കരമായിട്ടും ഒരു ഫീലിംഗ് ആയിട്ട് വരികയാണ്. നിങ്ങളടുത്ത് ആ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുകയാണ് ചില സമയങ്ങളിൽ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ അത്രയ്ക്കും സ്ട്രോങ് ആയി വന്നിട്ടുണ്ടാകും. നിങ്ങൾ പരസ്പരമുള്ളൊരു സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് അങ്ങനെ ആയിരുന്നിട്ടുണ്ടാകാം. മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക കേട്ടോ. റൊമാൻറ്റിക് ആയിട്ട് തന്നെ അവർക്ക് നല്ല രീതിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ചില മൂവീസ് കാണുമ്പം, ചില സോങ്സ് എല്ലാം കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്തൊക്കെ അവർ നിങ്ങളെയാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് വാൻസ് ആണ്, പ്രസൻസ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് കോണ്ടാക്ട് ആകാം, അല്ലെങ്കിൽ നേരിട്ടാകാം. നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. ഭയങ്കര ഹാപ്പി ആയനെ എന്നുള്ളതാണ്. ഫൈവ് ഓഫ് കപ്സ് ആണ്. ഈ മെമ്മറീസുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവരെ ഭയങ്കരമായിട്ടും അവരുടെ തലയിലൂടെ ഓടുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അതായത് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞു പോയത് നിങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഏത് തരത്തിലായിരുന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാം. സോ അതൊക്കെ അവർക്ക് ഇങ്ങനെ റിപ്പീറ്റ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മകൾ വരുന്ന സമയത്ത് എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആയിരിക്കും അതിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ ചിന്തകളെ മാറ്റുക എന്നുള്ളത് മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ആ സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ പേഴ്സൺ നൈറ്റ് ആകുമ്പോഴത്തേക്കും അനുഭവിക്കുന്നത്. മൂൺ കാർഡാണ്. ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിളാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്. 10 ഓഫ് കപ്സ് ഉണ്ട്, 7 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ ഇടയിലെ പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ വരുമ്പോൾ ഇപ്പോഴും അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കുകയാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആണ്. സോ അവർക്കൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം സങ്കടത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഭയങ്കര ആൻസൈറ്റി ആണ് ഇവർക്ക് ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ മെയിൻ ആയിട്ടും ഇവർക്കുള്ളത്. ഇനിയിപ്പോൾ ഇവര് ഫോൺ എടുത്തിട്ട് മൂവീസ് കാണാൻ ശ്രമിച്ചാലും, പാട്ട് കേൾക്കാൻ ശ്രമിച്ചാലും, ഇനി എന്തെങ്കിലും ഒരു റീൽസ് നോക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർ കാണുന്നിടത്തെല്ലാം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ആവുന്ന കാര്യങ്ങളായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അങ്ങനത്തെ സോങ്സ് ആയിരിക്കും, അങ്ങനത്തെ വീഡിയോസുകളായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ആൻസൈറ്റി ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കിയത്. പകൽ ഇവർ എത്രയൊക്കെ പുറത്തൊരു മുഖം കൂടിയിട്ട് നടന്നാലും രാത്രിയാകുമ്പോൾ ഇവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ അവരെ തന്നെ ഡൗൺ ആക്കി വെക്കുന്ന ഒരു എനർജിയാണ്. ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം. ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട്. ലെറ്റർ ആർ, നമ്പർ 11 ആൻഡ് 1. ലെറ്റർ എൽ വന്നിട്ടുണ്ട്. ലെറ്റർ കെ, ലെറ്റർ എഫ്, ലെറ്റർ എം, 46 നമ്പറാണ്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്. 18 വന്നിട്ടുണ്ട്. 35 വന്നിട്ടുണ്ട്. ലെറ്റർ വി, ഒറ്റ എടുക്കാം. 30 30 സോ ഇത് നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് എന്തെങ്കിലും ഡേറ്റ് ആയിരിക്കാം. ലെറ്റേഴ്സ് ആയിരിക്കാം, നെയിം ലെറ്റർ ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്
ഇത്രയേ ഉള്ളൂ. റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.